മറ്റു വാർത്തയിലേക്ക് പോയാൽ കോടികൾ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് മരണക്കടിയെന്ന് വ്യാപക പരാതി. റോഡ് നിർമ്മാണം അശാസ്ത്രീയമെന്ന് ചൂണ്ടിക്കാട്ടി മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. വർഷം പിന്നിട്ടിട്ടും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ഏറ്റവും ഒടുവിൽ 3 മാസത്തിനിടയിൽ നടന്ന 10ഓളം അപകടങ്ങളിലായി 4ലധികം ജീവനുകൾ AC റോഡിൽ പൊലിഞ്ഞു. ന്യൂസ് 18 അന്വേഷണം. 23 കിലോമീറ്ററിലായി 800 കോടി രൂപ ചെലവഴിച്ചാണ് ആലപ്പുഴ കൈതവന ജംഗ്ഷൻ മുതൽ ചങ്ങനാശ്ശേരി പെരുന്ന വരെ നീളുന്ന റോഡ് KSTP നിർമ്മിക്കുന്നത്. ഊരാലിങ്കൽ സൊസൈറ്റിയും എവറോസ്കൻ എന്ന അസർബൈജാൻ കമ്പനിയും ചേർന്നുള്ള ജോയിന്റ് വെഞ്ചറിലാണ് നിർമ്മാണം. ഡിസൈനും ഇവരുടേത് തന്നെ. 10 മീറ്റർ വീതിയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും ഡ്രൈനേജ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഉയരത്തിലുള്ള ഫുട്പാത്തുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതാണ് ആദ്യത്തെ അപകടക്കെണി. ഇതിപ്പോ AC റോഡിലേക്ക് നമ്മൾ സഞ്ചരിച്ചെത്തിയ വാഹനമാണ്. ഈ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നതുണ്ട്. ഇപ്പോ ഈ വൈറ്റ് ലൈൻ ഉള്ളിലേക്കാണ്. അതായത് റോഡിൽ വാഹനങ്ങൾ ഓടുന്ന ഭാഗത്തിന് അകത്തേക്ക് കയറ്റി മാത്രമേ വണ്ടി പാർക്ക് ചെയ്യാൻ കഴിയുന്നുള്ളത് ആണ്. അപകടകരമായ സാഹചര്യത്തിൽ വണ്ടി ഇങ്ങനെ ഇടേണ്ടി വരുന്നു. ഇനി ഫുട്പാത്തിലേക്ക് പോവുകയാണെങ്കിൽ ഫുട്പാത്തിന്റെ സാഹചര്യവും അതിനേക്കാൾ ദയനീയമാണ് എന്നുള്ളതാണ്. ഇത്രയും വീതിയാണ് ഈ ഫുട്പാത്തിനുള്ളത്. ഫുട്പാത്തിന്റെ ഒരു അവസ്ഥ എന്താണ്? ഫുട്പാത്തിന്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. യഥാർത്ഥത്തിൽ വീതി കുറവായതുകൊണ്ട് ഈ ഫുട്പാത്തിന്റെ ഭാഗം കൂടെ ഇതിനോട് അനുബന്ധമാക്കി മാറ്റിക്കൊണ്ട് പാർക്കിംഗ് സൗകര്യം ഒരുക്കണമെന്ന് നാട്ടുകാരൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ യഥാർത്ഥ അശാസ്ത്രീയമായി അത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ആ ഫുട്പാത്ത് തന്നെ വീണ്ടും കയ്യേറിക്കൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇനി 23 കിലോമീറ്റർ പാതയിൽ റോഡിന്റെ ഏതെങ്കിലും ഭാഗത്ത് അടിയന്തര ഘട്ടത്തിൽ വാഹനം പാർക്ക് ചെയ്യണമെങ്കിൽ സൈഡ് പാർക്കിംഗ് ഇല്ല. വാഹനം റോഡിലേക്ക് ഇറക്കി അപകടാവസ്ഥയിൽ വേണം നിർത്താൻ. കളർകോട് ജംഗ്ഷനിൽ ഇത്തരത്തിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിൽ ഇടിച്ചാണ് ഇരുചക്ര വാഹനത്തിലെത്തിയ യുവാവിന്റെ ജീവൻ പൊലിഞ്ഞത്. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കളക്ടർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാത്തതാണ് റോഡ് നിർമ്മാണമെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല. മാമ്പുഴക്കരി, രാമങ്കരി, മങ്കൊമ്പ് ഭാഗങ്ങളിലായി കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന അപകടങ്ങളിൽ 3 ജീവനുകളാണ് ഏറ്റവും ഒടുവിൽ നഷ്ടപ്പെട്ടത്. കഴിഞ്ഞിടയ്ക്ക് ഏതാണ്ട് 10-20ലധികം അപകടങ്ങൾ നടന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ തന്നെ വന്ന 3 അപകടങ്ങൾ നമ്മുടെ ഈ തൊട്ടടുത്ത് തന്നെ ഈ രാമങ്കരി പ്രദേശത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. മരണം ഉണ്ടായിരിക്കുന്നതാണ്. 2 മാസത്തിനുള്ളിൽ തന്നെ നടന്നിരിക്കുന്നതാണ്. 2 പേരുടെ മരണം ഉണ്ടായിരിക്കുകയാണ്. ഒരാൾ ഗുരുതരാവസ്ഥ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഈ ജംഗ്ഷനിൽ വെച്ചും നമ്മുടെ മാമ്പഴക്കരി ജംഗ്ഷൻ വെച്ചും കഴിഞ്ഞ ദിവസം ഓട്ടോയിൽ ഭീകരമായ അപകടം ഉണ്ടായിരിക്കും. എത്ര പേരിപ്പം നിരാലംബരായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ചങ്ങനാശ്ശേരി മുതൽ ആലപ്പുഴ വരെ 37 ബസ് സ്റ്റോപ്പുകൾ. ഒരിടത്ത് പോലും ബസ് ബേ ഇല്ല. ബസ് നിർത്തുന്നതും യാത്രക്കാർ ഇറങ്ങുന്നതും അപകടാവസ്ഥയിൽ. ഇരുഭാഗങ്ങളിലും ഉയർത്തിക്കെട്ടിയ ഫുട്പാത്തുകൾ ടണലിലൂടെ സഞ്ചരിക്കുന്ന അവസ്ഥയാണ് വാഹനങ്ങൾക്ക് നൽകുന്നത്. ഓവർടേക്ക് ചെയ്താലോ മുന്നിലെ വാഹനം ബ്രേക്ക് ചവിട്ടിയാലോ അരികിലേക്ക് പോലും ഒതുക്കാനാകാതെ അപകടമുറപ്പ്. ഒരു സൈഡിൽ കനാൽ മാത്രം വരുന്ന റോഡിൽ എന്തിന് 2 സൈഡുകളിലും ഡ്രെയിനേജുകൾ അടങ്ങുന്ന ഉയർത്തിക്കെട്ടിയ ഫുട്പാത്തുകൾ എന്ന ചോദ്യത്തിന് ഉത്തരം തന്നെ അശാസ്ത്രീയമായ നിർമ്മാണം എന്നതിൽ എത്തി നിൽക്കുന്നു. ദേശീയപാതയ്ക്ക് പോലും ഫുട്പാത്ത് ഗ്രാവൽ ബേ ഒരുക്കി ഉയരത്തിൽ നിർമ്മിക്കാതെ പരമാവധി സൗകര്യം ഒരുക്കുമ്പോഴാണ് 800 കോടിയിൽ അപകടക്കെണി ആലപ്പുഴയിൽ പൂർത്തിയാകുന്നു എന്നതാണ് പ്രധാനമായ ആക്ഷേപം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ.